സിദ്ദീഖ്, ഗുഡ് മോർണിംഗ്. എനിക്കറിയാം ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലാണോ താങ്കളെന്ന് അറിയില്ല. രാജിവെച്ചതായി ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു കുറിപ്പ് കിട്ടിയിട്ടുണ്ട്, അത് ശരിയാണോ? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. എനിക്കെതിരെ ഇങ്ങനെ ഒരു കടുത്ത ആരോപണം വന്ന സ്ഥിതിക്ക് ഞാൻ അതിന്റെ ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ സ്വമേധയാ ആ സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നതായിട്ട് ഞാൻ ഇന്ന് രാവിലെ മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട്. സിദ്ദീഖ്, എനിക്കത് വ്യക്തിപരമായ വിഷമമുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം എനിക്ക് സിദ്ദീഖിനെ നേരിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാനിത് ആ വാർത്ത ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തൊരു വ്യക്തത വരണമെന്ന് ഞങ്ങൾക്ക് നിശ്ചയമുള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളിലും ഞങ്ങളൊരു അല്പസമയം താമസിച്ചു കൊടുക്കാം പല കാര്യങ്ങളും എന്ന് തീരുമാനിച്ചത്. ഇത് നേരത്തെ വന്നിരുന്നൊരു വാർത്തയുമാണ്. ഇപ്പോൾ വീണ്ടും ആ നടി ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ വീണ്ടും സ്വാഭാവികമായൊരു സംശയമുണ്ടാവും. യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് സിദ്ദീഖ്? അത്തരം കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ ഇപ്പൊ ഈ രാജി എന്നുള്ള വിവരം മാത്രം ഞാൻ നിങ്ങൾ എല്ലാവരും അറിയിക്കുകയാണ്. ഞാൻ ഔദ്യോഗിക സ്ഥാനത്ത് തുടരുന്നില്ല. ഞാൻ ഊട്ടിയിലാണ് ഉള്ളത്. ഞാൻ നാട്ടിലില്ല. ഞാൻ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഊട്ടിയിലാണ് ഉള്ളത്. നാട്ടിലെത്തിയതിനു ശേഷം ഉണ്ടായിരുന്നോ ഈ നടിയുമായി? അത് മാത്രം ഒന്ന് സൂചിപ്പിച്ചാൽ അതൊക്കെ വിശദമായിട്ട് സംസാരിക്കാമായിരുന്നു. ഇപ്പൊ ഈ കാര്യം എല്ലാവരും അറിയിച്ചോട്ടെ. ഓക്കെ. നടൻ സിദ്ദീഖ് ഏബമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് രാജിവെച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പ്രേക്ഷകർ കണ്ടതുപോലെ നടിയുടെ ബൈറ്റ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടു. വളരെ ഗുരുതരമായ ആരോപണമാണ് ഏബമ്മയുടെ ജനറൽ സെക്രട്ടറി നടൻ കൂടിയായ സിദ്ദീഖിനെതിരെ ഇപ്പോൾ ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ സിദ്ദീഖ് ഊട്ടിയിലാണുള്ളത്. സിദ്ദീഖ് ഇന്നലെ തന്നെ ജനറൽ സെക്രട്ടറിക്ക് പ്രസിഡന്റിന് രാജിക്കത്ത് സമർപ്പിച്ചിരുന്നു. ആ രാജിക്കത്തിൻ്റെ വാക്കുകൾ ഞാനിപ്പോൾ പ്രേക്ഷകരിലേക്ക് വായിക്കാം. നമ്മുടെ സ്ക്രീനിലും അത് കാണും. ടു ദ പ്രസിഡന്റ് AMMA, സർ, എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഞാൻ സ്വമേധയാ രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെ. വിശ്വസ്തയോടെ സിദ്ദീഖ്. 25/8/2024. ഇതാണ് AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചുകൊണ്ട് സിദ്ദീഖ് AMMയുടെ പ്രസിഡന്റിന് അയച്ചിരിക്കുന്ന കത്ത്. എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. ഈ സാഹചര്യത്തിൽ AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സ്വമേധയാ രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെ. ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഈ നടി നടത്തിയത്. നടത്തിയ വെളിപ്പെടുത്തലിൽ തന്നെ മുറിയിൽ പൂട്ടിയിട്ട് അതിക്രൂരമായിട്ടാണ് ഈ AMMയുടെ ജനറൽ സെക്രട്ടറി, ഇപ്പോൾ AMMയുടെ ജനറൽ സെക്രട്ടറിയായ അന്ന് നടൻ ആയിരുന്ന സിദ്ദീഖ് ആക്രമിച്ചതെന്നും ആ ആക്രമണത്തിൽ തനിക്ക് ഒരുപാട് മാനസികവും ശാരീരികവുമായ മുറിവുകൾ ഏൽക്കേണ്ടി വന്നുവെന്നും അതിനുശേഷം തൻ്റെ മുൻപിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വേളയിൽ പോലും അത്തരമൊരു സെക്ഷൽ ഫ്ലേവർ കലർത്തി സംസാരിച്ച് തന്നെ വീണ്ടും മാനസികമായി തകർത്തുവെന്നുമാണ് ഈ നടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അന്ന് നടിയുടെ പ്രായം 17 എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് എന്നർത്ഥം. പോക്സോ വരുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു കാലമായിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിലും വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ഈ നടൻ ചെയ്തിട്ടുണ്ട് എന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ വാർത്ത നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലുമെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തയാണ്. പക്ഷേ അതിന് പിന്നാലെ ആരും പോയില്ല. അന്നിത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് സിദ്ദീഖ് ചെയ്തത്. പക്ഷേ ഏറെ ശ്രദ്ധേയമായ കാര്യം, ഇന്നിപ്പോൾ നമ്മൾ സിദ്ദീഖിനോട് സംസാരിക്കുമ്പോൾ സിദ്ദീഖ് അത് നിഷേധിക്കാൻ തയ്യാറാകുന്നില്ല. സിദ്ദീഖ് അക്കാര്യത്തിലൊരു വിശദീകരണം നൽകാൻ തയ്യാറാവുന്നില്ല. രാജിവെച്ച കാര്യം അറിയിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. താൻ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണെന്നും ഊട്ടിയിലാണ് എന്നുമാണ് നടൻ സിദ്ദീഖ് പറഞ്ഞത്. അപ്പോൾ ഇനി സൈഫുന്നിസ അലിയാറിലേക്കും നമുക്ക് ശ്രീജിത്തിലേക്കും ഒപ്പം തന്നെ റോഷിപ്പാലിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. വളരെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിൻ്റെ വിക്കറ്റ് വീഴുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതിനേക്കാൾ മുമ്പ് സിദ്ദീഖിൻ്റെ വിക്കറ്റ് വീണു. AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദീഖാണ് ഒഴിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ നടിയുടെ പ്രതികരണം കൂടി ലഭ്യമാകേണ്ടതുണ്ട്. AMMA ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് സിദ്ദീഖ് ഇപ്പോൾ പടിയിറങ്ങിയിരിക്കുന്നത്.